മത്തായി എഴുതിയ സുവിശേഷം 5-ാം അധ്യായത്തിലെ 1 മുതൽ 48 വരെയുള്ള വാക്യങ്ങൾ. ജനക്കൂട്ടത്തെ കണ്ടപ്പോൾ യേശു മലയിലേക്കു കയറി. അവന് ഇരുന്നപ്പോൾ ശിഷ്യന്മാര് അടുത്തെത്തി. അവന് അവരെ പഠിപ്പിക്കാന് തുടങ്ങി. ആത്മാവില് ദരിദ്രരായവര് ഭാഗ്യവാന്മാര്, സ്വർഗരാജ്യം അവരുടേതാണ്. വിലപിക്കുന്നവര് ഭാഗ്യവാന്മാര്, അവര് ആശ്വസിപ്പിക്കപ്പെടും. ശാന്തശീലര് ഭാഗ്യവാന്മാര്, അവര് ഭൂമി അവകാശമാക്കും. നീതിക്കുവേണ്ടി വിശക്കുകയും ദാഹിക്കുകയും ചെയ്യുന്നവര് ഭാഗ്യവാന്മാര്, അവർക്ക് സംതൃപ്തി ലഭിക്കും. കരുണയുള്ളവര് ഭാഗ്യവാന്മാര്, അവർക്ക് കരുണ ലഭിക്കും. ഹൃദയശുദ്ധിയുള്ളവര് ഭാഗ്യവാന്മാര്, അവര് ദൈവത്തെ കാണും. സമാധാനം സ്ഥാപിക്കുന്നവര് ഭാഗ്യവാന്മാര്, അവര് ദൈവപുത്രന്മാരെന്നു വിളിക്കപ്പെടും. നീതിക്കുവേണ്ടി പീഡനം ഏൽക്കുന്നവര് ഭാഗ്യവാന്മാര്, സ്വർഗരാജ്യം അവരുടേതാണ്. എന്നെ പ്രതി മനുഷ്യര് നിങ്ങളെ അവഹേളിക്കുകയും പീഡിപ്പിക്കുകയും എല്ലാവിധ തിന്മകളും നിങ്ങൾക്കെതിരെ വ്യാജമായി പറയുകയും ചെയ്യുമ്പോൾ നിങ്ങൾ ഭാഗ്യവാന്മാര്. നിങ്ങൾ ആനന്ദിച്ചാഹ്ലാദിക്കുവിന്, സ്വർഗത്തില് നിങ്ങളുടെ പ്രതിഫലം വലുതായിരിക്കും. നിങ്ങൾക്ക് മുമ്പുണ്ടായിരുന്ന പ്രവാചകന്മാരെയും അവര് ഇപ്രകാരം പീഡിപ്പിച്ചിട്ടുണ്ട്. നിങ്ങള് ഭൂമിയുടെ ഉപ്പാണ്. ഉറകെട്ടുപോയാല് ഉപ്പിൻ എങ്ങനെ വീണ്ടും ഉറക്കൂട്ടും? പുറത്തേക്കു വലിച്ചെറിഞ്ഞ് മനുഷ്യരാല് ചവിട്ടപ്പെടാനല്ലാതെ മറ്റൊന്നിനും അതുകൊള്ളുകയില്ല. നിങ്ങള് ലോകത്തിന്റെ പ്രകാശമാണ്. മലമുകളില് പണിതുയർത്തിയ പട്ടണത്തെ മറച്ചുവെക്കുക സാധ്യമല്ല. വിളക്കു കൊളുത്തി ആരും പറയുടെ കീഴില് വെക്കാറില്ല, പീഠത്തിന്മേലാണ് വക്കുക. അപ്പോൾ അത് ഭവനത്തിലുള്ള എല്ലാവർക്കും പ്രകാശം നൽകുന്നു. അപ്രകാരം മനുഷ്യര് നിങ്ങളുടെ സദ്പ്രവൃത്തികള് കണ്ട് സ്വർഗസ്ഥനായ നിങ്ങളുടെ പിതാവിനെ മഹത്വപ്പെടുത്തേണ്ടതിന് നിങ്ങളുടെ വെളിച്ചം അവരുടെ മുമ്പില് പ്രകാശിക്കട്ടെ. നിയമത്തെയോ പ്രവാചകന്മാരെയോ അസാധുവാക്കാനാണ് ഞാന് വന്നതെന്ന് നിങ്ങള് വിചാരിക്കരുത്. അസാധുവാക്കാനല്ല, പൂർത്തിയാക്കാനാണ് ഞാന് വന്നത്. ആകാശവും ഭൂമിയും കടന്നുപോകുന്നതുവരെ സമസ്തവും നിറവേറുവോളം നിയമത്തിൽ നിന്ന് വള്ളിയോ പുള്ളിയോ മാറുകയില്ലെന്ന് സത്യമായി ഞാന് നിങ്ങളോട് പറയുന്നു. ഈ പ്രമാണങ്ങളില് ഏറ്റവും നിസ്സാരമായ ഒന്ന് ലംഘിക്കുകയോ ലംഘിക്കാന് മറ്റുള്ളവരെ പഠിപ്പിക്കുകയോ ചെയ്യുന്നവന് സ്വർഗരാജ്യത്തിലെ ചെറിയവനെന്നു വിളിക്കപ്പെടും. എന്നാല് അതനുസരിക്കുകയും പഠിപ്പിക്കുകയും ചെയ്യുന്നവന് സ്വർഗരാജ്യത്തില് വലിയവനെന്നു വിളിക്കപ്പെടും. നിങ്ങളുടെ നീതി നിയമജരുടെയും ഫരിസേയരുടെയും നീതിയെ അതിശയിക്കുന്നില്ലെങ്കില് നിങ്ങള് സ്വർഗരാജ്യത്തില് പ്രവേശിക്കുകയില്ലെന്നു ഞാന് നിങ്ങളോട് പറയുന്നു. കൊല്ലരുത്, കൊല്ലുന്നവന് ന്യായവിധിക്ക് അർഹനാകും എന്നു പൂർവികരോട് പറയപ്പെട്ടതായി നിങ്ങള് കേട്ടിട്ടുണ്ടല്ലോ. എന്നാല് ഞാന് നിങ്ങളോട് പറയുന്നു, സഹോദരനോട് കോപിക്കുന്നവന് ന്യായവിധിക്ക് അർഹനാകും. സഹോദരനെ ബോഷ എന്നു വിളിക്കുന്നവന് ന്യായാധിപസംഘത്തിന്റെ മുമ്പില് നിൽക്കേണ്ടിവരും. വെഡ്ഡി എന്നു വിളിക്കുന്നവനാകട്ടെ നരകാഗ്നിക്ക് ഇരയായിത്തീരും. നീ ബലിപീഠത്തില് കാഴ്ചയർപ്പിക്കുമ്പോള് നിന്റെ സഹോദരൻ നിന്നോട് എന്തെങ്കിലും വിരോധം ഉണ്ടെന്ന് അവിടെ വച്ച് ഓർത്താല് കാഴ്ചവസ്തു അവിടെ ബലിപീഠത്തിനു മുമ്പില് വച്ചിട്ടു പോയി സഹോദരനോട് രമ്യതപ്പെടുക, പിന്നെ വന്നു കാഴ്ചയർപ്പിക്കുക. നീ പ്രതിയോഗിയോട് വഴിക്കുവെച്ചു തന്നെ വേഗം രമ്യതപ്പെട്ടുകൊള്ളുക. അല്ലെങ്കില് പ്രതിയോഗി നിന്നെ ന്യായാധിപനും ന്യായാധിപന് സേവകനും ഏൽപ്പിച്ചുകൊടുക്കും. അങ്ങനെ നീ കാരാഗൃഹത്തില് അടക്കപ്പെടും. അവസാനത്തെ ചില്ലിക്കാശും കൊടുത്തു വീട്ടുവോളം നീ അവിടെ നിന്നു പുറത്തുവരുകയില്ലെന്ന് സത്യമായി ഞാന് നിന്നോട് പറയുന്നു. വ്യഭിചാരം ചെയ്യരുത് എന്നു കൽപ്പിച്ചിട്ടുള്ളത് നിങ്ങള് കേട്ടിട്ടുണ്ടല്ലോ. എന്നാല് ഞാന് നിങ്ങളോട് പറയുന്നു, ആസക്തിയോടെ സ്ത്രീയെ നോക്കുന്നവന് ഹൃദയത്തില് അവളുമായി വ്യഭിചാരം ചെയ്തു കഴിഞ്ഞു. വലത്തുകണ്ണ് നിനക്കു പാപഹേതുവാകുന്നെങ്കില് അതു ചൂഴ്ന്നെടുത്ത് എറിഞ്ഞുകളയുക. ശരീരമാകെ നരകത്തിലേക്ക് എറിയപ്പെടുന്നതിനേക്കാൾ നല്ലത് അവയവങ്ങളിലൊന്നു നഷ്ടപ്പെടുകയാണ്. വലത്തുകരം നിനക്കു പാപഹേതുവാകുന്നെങ്കില് അതു വെട്ടി ദൂരെ എറിയുക. ശരീരമാകെ നരകത്തില് പതിക്കുന്നതിനേക്കാൾ നല്ലത് അവയവങ്ങളിലൊന്നു നഷ്ടപ്പെടുന്നതാണ്. ഭാര്യയെ ഉപേക്ഷിക്കുന്നവന് അവൾക്ക് ഉപേക്ഷാപത്രം കൊടുക്കണം എന്നു കൽപ്പിച്ചിട്ടുണ്ടല്ലോ. എന്നാല് ഞാന് നിങ്ങളോട് പറയുന്നു, പരസംഗം നിമിത്തമല്ലാതെ ഭാര്യയെ ഉപേക്ഷിക്കുന്നവന് അവളെ വ്യഭിചാരിണിയാക്കുന്നു. ഉപേക്ഷിക്കപ്പെട്ടവളെ പരിഗ്രഹിക്കുന്നവനും വ്യഭിചാരം ചെയ്യുന്നു. വ്യാജമായി ആണയിടരുത്, കർത്താവിനോട് ചെയ്ത ശപഥം നിറവേറ്റണം എന്നു പൂർവികരോട് കൽപ്പിച്ചിട്ടുള്ളതായി നിങ്ങള് കേട്ടിട്ടുണ്ടല്ലോ. എന്നാല് ഞാന് നിങ്ങളോട് പറയുന്നു, ആണയിടുകയേ അരുത്. സ്വർഗത്തെക്കൊണ്ട് ആണയിടരുത്, അതു ദൈവത്തിന്റെ സിംഹാസനമാണ്. ഭൂമിയെക്കൊണ്ടും അരുത്, അത് അവിടുത്തെ പാദപീഠമാണ്. ജറുസലമിനെക്കൊണ്ടും അരുത്, അത് മഹാരാജാവിന്റെ നഗരമാണ്. നിന്റെ ശിരസ്സിനെക്കൊണ്ടും ആണയിടരുത്, അതിലെ ഒരു മുടിയിഴ വെളുപ്പിക്കാനോ കറുപ്പിക്കാനോ നിനക്കു സാധിക്കുകയില്ല. നിങ്ങളുടെ വാക്ക് അതെ അതെ എന്നോ അല്ല അല്ല എന്നോ ആയിരിക്കട്ടെ. ഇതിനപ്പുറമുള്ളതു ദുഷ്ടനിൽ നിന്നു വരുന്നു. കണ്ണിനുപകരം കണ്ണ്, പല്ലിനുപകരം പല്ല് എന്നു പറഞ്ഞിട്ടുള്ളത് നിങ്ങൾ കേട്ടിട്ടുണ്ടല്ലോ. എന്നാല് ഞാന് നിങ്ങളോട് പറയുന്നു, ദുഷ്ടനെ എതിർക്കരുത്. വലത്തുകരണത്തടിക്കുന്നവൻ മറ്റേകരണം കൂടി കാണിച്ചു കൊടുക്കുക. നിന്നോട് വ്യവഹരിച്ച് നിന്റെ ഉടുപ്പു കരസമാക്കാനുദ്യമിക്കുന്നവൻ മേലങ്കി കൂടി കൊടുക്കുക. 1 മൈല് ദൂരം പോകാന് നിന്നെ നിർബന്ധിക്കുന്നവനോടുകൂടെ 2 മൈല് ദൂരം പോകുക. ചോദിക്കുന്നവനു കൊടുക്കുക.
വായ്പ വാങ്ങാന് ഇച്ഛിക്കുന്നവനില് നിന്ന് ഒഴിഞ്ഞു മാറരുത്. അയൽക്കാരനെ സ്നേഹിക്കുക, ശത്രുവിനെ ദ്വേഷിക്കുക എന്നു പറഞ്ഞിട്ടുള്ളത് നിങ്ങൾ കേട്ടിട്ടുണ്ടല്ലോ. എന്നാല് ഞാന് നിങ്ങളോടു പറയുന്നു, ശത്രുക്കളെ സ്നേഹിക്കുവിന്, നിങ്ങളെ പീഡിപ്പിക്കുന്നവർക്കു വേണ്ടി പ്രാർത്ഥിക്കുവിന്. അങ്ങനെ നിങ്ങള് നിങ്ങളുടെ സ്വർഗസ്വനായ പിതാവിന്റെ മക്കളായിത്തീരും. അവിടുന്ന് ശിഷ്ടരുടെയും ദുഷ്ടരുടെയും മേല് സൂര്യനെ ഉദിപ്പിക്കുകയും നീതിമാന്മാരുടെയും നീതിരഹിതരുടെയും മേല് മഴ പെയ്യ്ക്കുകയും ചെയ്യുന്നു. നിങ്ങളെ സ്നേഹിക്കുന്നവരെ നിങ്ങള് സ്നേഹിച്ചാല് നിങ്ങൾക്കെന്തു പ്രതിഫലമാണ് ലഭിക്കുക? ചുങ്കക്കാർ പോലും അതുതന്നെ ചെയ്യുന്നില്ലേ? സഹോദരങ്ങളെ മാത്രമേ നിങ്ങള് അഭിവാദനം ചെയ്യുന്നുള്ളൂവെങ്കില് വിശേഷവിധിയായി എന്താണ് നിങ്ങൾ ചെയ്യുന്നത്? വിജാതീയരും അതുതന്നെ ചെയ്യുന്നില്ലേ? അതുകൊണ്ട് നിങ്ങളുടെ സ്വർഗസ്വനായ പിതാവ് പരിപൂർണനായിരിക്കുന്നതുപോലെ നിങ്ങളും പരിപൂർണരായിരിക്കുവിന്.